ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഞാൻ നല്ല നാടൻ പാവയ്ക്കയും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കഷ്ണം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. കണ്ടോ, 2 തക്കാളി, പിന്നെ ചെറിയൊരു പച്ചമുളകും കുറച്ച് ഉള്ളിയാണ്. തേങ്ങേൻ്റെ കൂടെ ഇതാ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് എരിവ് ആവശ്യമില്ല. ചെറിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, തേങ്ങയിലിട്ട് അരയ്ക്കാനാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് പാവയ്ക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. കണ്ടോ, നല്ല നൈസായിട്ട് നമ്മൾ തോരൻ അരിയും പോലെ അരിയരുത്, കുറച്ച് കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. കണ്ടോ, തക്കാളിയും അങ്ങനെ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നൈസായിട്ടല്ല, കറിക്ക് ആയതുകൊണ്ട് കുറച്ചൊരു കനത്തിലാണ്. പിന്നെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. കണ്ടോ, നേരത്തെ എടുത്ത തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് മൺചട്ടിയിലൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, കുക്കറിലൊന്നും വേവിക്കുന്നില്ല, കയ്പ്പയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഒരുപാട് ടേസ്റ്റൊക്കെ മാറും. നമുക്ക് തക്കാളിയും പാവയ്ക്കയും കൂടി ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് മുങ്ങാൻ പാകത്തിൽ വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടോ, 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞളും മുളകൊന്നും ഇപ്പം ചേർക്കുന്നില്ല, അതൊക്കെ വെന്ത് വന്നിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതുണ്ടോ, മുങ്ങാൻ പാകത്തിൽ വെള്ളം വെച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ വെച്ചൊരു ഗ്ലാസ് വെള്ളം അല്ലാതെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, തക്കാളിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ വെന്തതിന് ശേഷമാണ് ചേർക്കേണ്ടത്. ഇനി 1 സ്പൂൺ മുളക് ചേർക്കുന്നുണ്ട്. ഒരുപാട് മുളക് ഇടരുത്, പച്ചക്കറിയാണ്, കുറച്ച് മുളക് മതി. നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ആ മുളകും മഞ്ഞളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ അതിൽ പിടിച്ച്. പാവയ്ക്ക പച്ചക്കായ എന്നാണ് പറയുന്നത്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ചിരവിയെടുക്കാം. ഇതാ ഉള്ളിയും കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളിയാണ്, ഒരുപാട് ഉള്ളി അരച്ചതിൻ്റെ ടേസ്റ്റ് മാറും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളത്. ജീരകം എന്തായാലും ചേർക്കണം, കയ്പ്പൊന്നും ഉണ്ടാവില്ല ഈ പാവയ്ക്കയ്ക്ക്. കയ്പ്പക്ക എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. കണ്ടോ, ഇപ്പോൾ നന്നായി മുളകെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ആ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, തേങ്ങ ഇട്ടപ്പോൾ നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നമുക്ക് ആ തേങ്ങ ജാറ് കഴുകി ആ ഒരു വെള്ളമില്ലേ, നമ്മൾ പുറത്ത് വേറെ വെള്ളം വെക്കുന്നില്ല, ആ ഒരു വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് തേങ്ങ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് തിളപ്പിച്ചെടുക്കാം. കണ്ടോ, ഒരു 30-35 സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ, തള വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി വെള്ളം വെക്കാനും മുളകും മല്ലിയും വേറെ ഒന്നും സാധനം ഇട്ട് കൊടുക്കരുത്. ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പതഞ്ഞ് പൊങ്ങും, കറിയുടെ ടേസ്റ്റ് ആകെ മാറും. അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, പതഞ്ഞ് തൂവി പോവരുത്. കണ്ടോ, നല്ല കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വല്ലപ്പോഴൊക്കെ പാവയ്ക്കേൻ്റെ കറിയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടോ, കറി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് വറവ് ചേർക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നന്നായി കറി പാക വെള്ളത്തിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. കണ്ടോ, കറിവേപ്പില കടുക് മാത്രമാണ് ഞാനിട്ട് വറവിടുന്നത്. കണ്ടോ, നന്നായിട്ട് കറി പാക വെള്ളത്തിൽ, നല്ല തിക്കിലും അല്ല നല്ല ലൂസിലും അല്ലാതെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇതാണ് നല്ല പാവയ്ക്ക തക്കാളി കറി. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ്.
ഉപ്പേരി തോരൻ കയ്പ്പ് കൊണ്ട് അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കറി വെച്ചും കഴിക്കാവുന്നതാണ്. കണ്ടോ, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ്. എൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ ഒന്ന് എല്ലാവരും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന കറിയുടെ വീഡിയോ ആണ്. എല്ലാവരും കണ്ടൊന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നല്ല നല്ല വീഡിയോസായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. കണ്ടോ, ഇതാ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗൾ നിറച്ചു. കണ്ടോ, നല്ല ടേസ്റ്റിയാണ് കറി. ഞാൻ കൂട്ടി നോക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വേറെ സാധനങ്ങൾ ഒരുപാട് തക്കാളിയോ ഉള്ളിയോ ഒന്നും ചേർക്കരുത്, വെളുത്തുള്ളി ഒന്നും ചേർക്കരുത്. ടേസ്റ്റ് ആകെ മാറും. അപ്പോൾ ഇങ്ങനെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നിങ്ങളെ അളവിനനുസരിച്ച് അളവ് കൂട്ടാം, അല്ലാതെ വേറെ ഒന്നും ചേർത്ത് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നല്ല വീഡിയോസായി ഇനി ഞാൻ വരുന്നതാണ്. എല്ലാവരും കാണണം. നിങ്ങളാണ് എൻ്റെ ശക്തി. അപ്പോൾ ഓക്കെ, ബായ്.